അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനിലെ 14-ാം അധ്യായം സൂറ ഇബ്രാഹിമിന്റെ 35 മുതൽ 41 വരെയുള്ള വചനങ്ങളിലൂടെ അള്ളാഹു നമ്മോട് പറയുന്നത്, അള്ളാഹുവിന്റെ ഉറ്റ ചങ്ങാതിയെന്ന് അള്ളാഹ് തന്നെ വിശേഷിപ്പിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനാ നിർഭരമായ കുറെ വചനങ്ങളാണ്. കുറെ അധികം കാര്യങ്ങൾ തന്റെ രക്ഷിതാവിന്റെ സമക്ഷത്തിൽ വെച്ച ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീണ്ടും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. റബ്ബന ഗഫിർലി വലി വാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. ഞങ്ങളുടെ രക്ഷിതാവെ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വിചാരണ നിലവിൽ വരുന്ന ദിവസം നീ പുറത്തു തരണമേ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരിലും നമുക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് സൂറത്തുൽ മുംതഹിനയിലൂടെ അള്ളാഹു നമ്മോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സൂറത്തു ആലി ഇംറാൻ 95-ാമത്തെ ആയത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിനെ നിങ്ങൾ പിൻപറ്റുവിൻ എന്നും അള്ളാഹു നമ്മെ ഉണർത്തുന്നു. ഇതെല്ലാം മുമ്പിൽ വെച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ പ്രാർത്ഥനകളിൽ അടങ്ങിയ മാതൃകകൾ സ്വീകരിക്കേണ്ടത് ഓരോ സത്യവിശ്വാസിയുടെയും ബാധ്യതയാണ്. ഇതിൽ നിന്നെല്ലാം നാം മനസ്സിരുത്തേണ്ടുന്ന ചില സംഗതികളുണ്ട്. പ്രാർത്ഥനകളിൽ ആദ്യം നമുക്ക് സ്വന്തത്തിന് വേണ്ടിയും പിന്നീട് നാമുമായി ഏറ്റവും അടുത്തവർക്കും അതിനുശേഷം പൊതുവിൽ മറ്റുള്ള എല്ലാവർക്കും വേണ്ടിയാണ് നാം ദുആ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പ്രാർത്ഥനകളിൽ സ്വന്തം നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്കും സത്യവിശ്വാസികളുടെ നന്മയ്ക്കും പൊതുസമൂഹത്തിന്റെ നന്മയ്ക്കും വേണ്ടി നാം ദുആ ചെയ്യേണ്ടതുണ്ട്. പ്രാർത്ഥനാ വാക്യങ്ങളിൽ അള്ളാഹു നമുക്ക് നൽകിയ എണ്ണമറ്റ അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി പ്രകാശനവും അള്ളാഹുവിനെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്ന വചനങ്ങൾ കൂടി ഉണ്ടാവാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന റമളാനിന്റെ പുണ്യ ദിനരാത്രങ്ങളിൽ കണ്ണീരണിഞ്ഞ പ്രാർത്ഥനകളുമായി നാം നാഥിനു മുമ്പിൽ കൈനീട്ടുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിൽ സ്വാർത്ഥത വരാതെ മറ്റുള്ളവരെയും കൂടി നമുക്ക് നമ്മുടെ ദുആകളിൽ പങ്കുചേർക്കാം. നാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.